Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. ബിരിയാണി എന്ന് പറയുമ്പോൾ പല സ്ഥലത്ത് പല രീതിയിൽ പല രുചിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഒട്ടുമിക്കവരും നമ്മൾ ചെയ്യുന്നത് ഒരു ചിക്കൻ ബിരിയാണി ആയിരിക്കും. എന്നാൽ ചിക്കൻ ബിരിയാണി എപ്പോഴും കഴിച്ച് മടുത്ത് കഴിയുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്ന കുറേ അധികം റെസിപ്പിയിൽ ഒരു റെസിപ്പിയാണ് ഈ മട്ടൻ ബിരിയാണി. പൊതുവേ ഈ മട്ടൻ ബിരിയാണിക്ക് ഫെസ്റ്റിവൽ സമയത്തോ അല്ലെങ്കിൽ വിശേഷമുള്ള ദിവസം സമയത്തൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഒരു ഉഷാറായിട്ടുള്ള ബിരിയാണി തയ്യാറാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിന്ന് ഇവിടെ 1/2 കിലോ മട്ടനിലാണ് ഈ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചെറിയ പീസാക്കി മട്ടൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 സ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി മസാല നന്നായി പിടിക്കണമെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഒരു പ്രഷർ കുക്കറിൽ ഇട്ടതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ മട്ടൻ്റെ അകത്ത് തന്നെ വെള്ളം കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ കാണുക. ഇനി ഇത് നല്ല തേയിൽ തന്നെ കിടന്ന് ഒരു 8 വിസിൽ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ബിരിയാണി തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി, 1/4 കപ്പ് പാലിലേക്ക് കുറച്ച് പൂ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നമുക്ക് മഞ്ഞപ്പൊടിയാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊക്കെ ബിരിയാണിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. ഇത് ഓപ്ഷനാണ്, ഇതിട്ടില്ലെങ്കിലും സാരമില്ല. ഇവിടെ ഞാനൊരു 1/2 കിലോ ബാസ്മതി അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലൂടെ അരിച്ച് വെള്ളമെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നോക്കിക്കോളൂ, നമുക്കിനി റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കലത്തിൽ കുറച്ചേറെ വെള്ളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, ബിരിയാണി ഇല ഇവയെല്ലാം ചേർത്ത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 85% വേവിച്ചെടുത്താൽ മതിയാവും. അതായത് ഒരു ഏകദേശം 1/4 ഭാഗം മാത്രം ഈ റൈസ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു സ്ട്രെയിനറോ അല്ലെങ്കിൽ ഒരു അരിപ്പയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് റെഡിയാക്കി മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളൊരു മസാലയും കൂടി തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കി തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യും, 1 സവാള കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ച വാസന മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനിവിടെ ഒരു 10 അല്ലി ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നല്ല മസാല കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നോക്കിക്കോളൂ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം പേസ്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നോട്ടെ. ഇനി നോക്കിക്കോളൂ, നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാല പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ മുളക് പൊടി, ഇത് സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചവാസന ഒന്ന് മാറി വന്നോട്ടെ. ഈ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല പൊതുവെ. പിന്നെ എരിവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. പച്ചമുളക് കുറച്ചും കൂടി എനിക്ക് എരിവുള്ളതായതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇനി നോക്കിക്കോളൂ, ഞാനിവിടെ ഒരു വലിയ തക്കാളി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടതിന് ശേഷം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ അരിഞ്ഞെടുത്താലും മതിയാവും. ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പച്ചവാസന മാറി പെട്ടെന്ന് തന്നെ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി അളവിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമല്ലെങ്കിൽ ഇതിലും നമുക്ക് കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി നോക്കിക്കോളൂ, 1 സ്പൂൺ തൈര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്താം. മാത്രമല്ല എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നോക്കിക്കോളൂ, ഈ ഒരു സ്റ്റേജിൽ ഒരു ചെറിയ നാരങ്ങയുടെ കഷ്ണം എടുത്തതിന് ശേഷം അതിൻ്റെ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പുളിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടും. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ നേരത്തെ 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചായിരുന്നു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ
സവാള മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ക്രിസ്പിനെസ് നമ്മൾ കോരിക്കഴിഞ്ഞാലും കുറച്ചധികം സമയം ഇരുന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഈ മട്ടനിലേക്ക് ഈ മസാലയൊന്ന് പിടിച്ച് ഒന്ന് കുറുകി വന്നോട്ടെ. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നോക്കിക്കേ, നമ്മൾ ഇട്ടേക്കുന്ന നെയ്യും എണ്ണയും എല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതേസമയം മട്ടനൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല. എന്നാൽ നമ്മുടെ ബിരിയാണിക്കുള്ള മസാലയോ നല്ല കുറുകിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ലെയർ ചെയ്യാൻ തുടങ്ങാം. നമ്മളിനി ഏത് പാത്രത്തിലാണോ ദം ചെയ്തെടുക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ്റെ മസാല ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി അരി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബസ്മതി അരി ഉണ്ടല്ലോ, നമ്മൾ ഒന്നുമേലൊന്നും ഒട്ടിപ്പിടിക്കാതെ അതേസമയം ഒരു 85% കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പൊക്കത്തായിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടിയും മുന്തിരിയും, കൂടെ തന്നെ ഒരു നുള്ള് ഗരം മസാലയും കുറച്ച് നെയ്യും പിന്നെ കുറച്ച് വളരെ വളരെ കുറച്ച് പുതിനയിലയും ചേർക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പാല് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവും പാലും ചേർത്ത് വെച്ചിരുന്നില്ലേ, അതും മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്കിത് ലെയർ ചെയ്ത് തയ്യാറാക്കി എടുക്കാം. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഞാനിതൊരു 3 ലെയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് അടച്ചു വെക്കുന്നു, ദം ചെയ്തെടുക്കുന്നു. ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണിയുടെ പാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ പാത്രം കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് നല്ല ദമ്മായി തന്നെ കിട്ടും. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതൊരു ഡബിൾ ദം പ്രോസസ്സാണ്. അതേസമയം ഒട്ടും ആവി പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യും. ഇനി നോക്കിക്കോളൂ, ഞാൻ ഇവിടെ നമ്മുടെ മട്ടൻ ബിരിയാണി തുറക്കാൻ പോവാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ മട്ടൻ ബിരിയാണി നല്ല കുട്ടപ്പനായിട്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. എന്നാൽ റൈസ് ഒന്നും കുഴഞ്ഞിട്ടുമില്ല, എന്നാൽ നല്ല ദമ്മായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മറ്റുള്ളവർക്കും എത്തിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.